ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെ കാണാൻ പോയത് പ്രസാദം നൽകാനാണെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. പോറ്റി തന്റെ മണ്ഡലത്തിലുള്ള വോട്ടർ ആയതുകൊണ്ടാണ് കൂടെ പോയതെന്ന് അടൂർ പ്രകാശ് പറയുന്നുണ്ട്. എല്ലാ വോട്ടർമാരുടെയും കൂടെ ഇങ്ങനെ പോകുന്നതാണ്. സോണിയാഗാന്ധിക്ക് പുരാവസ്തു കച്ചവടമുണ്ടെന്ന കെ സുരേന്ദ്രന്റെ പരാമർശത്തിനെതിരെ കെ മുരളീധരനും രംഗത്തെത്തി. പോറ്റി സോണിയാഗാന്ധി കൂടിക്കാഴ്ചയിൽ വി ശിവൻകുട്ടി വിമർശനം ആവർത്തിക്കുന്നു. സോണിയാഗാന്ധിക്ക് കൊടുക്കാനുള്ള ഞങ്ങൾ പൂജ നടത്തിയിട്ടുള്ള കാര്യങ്ങൾ സോണിയാഗാന്ധിക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത് എന്ന് പറഞ്ഞ് അപ്പോൾ അവരോടൊപ്പം ഒന്ന് ചെല്ലണമെന്ന് പറഞ്ഞ് ഞാൻ പോയി. ഒരു കാരണവശാലും അടൂർ പ്രകാശ് മുഖാന്തരം അവിടെ പോകാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം എടുത്തിട്ടില്ല, അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല. അത് അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒറ്റ വാക്കേ പറയാനുള്ളൂ, അവരുടെ തലയിൽ നെല്ലിക്ക തളം വെക്കേണ്ട നേരമായി. ഇപ്പോൾ നടക്കുന്ന പ്രതികളെ രക്ഷിക്കാനുള്ള ശ്രമമാണ്. ഇതേ രീതിയിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നതെങ്കിൽ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ പോറ്റിക്ക് ഉൾപ്പെടെ ജാമ്യം കിട്ടുന്ന അവസ്ഥ കേരളത്തിലുണ്ടാവും. സ്വർണം മോഷ്ടിച്ച കേസിലെ പ്രതികൾക്ക് കോൺഗ്രസ് ഉന്നത നേതൃത്വവുമായുള്ള അവിശുദ്ധ ബന്ധം തെളിവ് സഹിതം പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം അങ്ങേറ്റം ഗൗരവമുള്ളതാണ്. അതിസുരക്ഷാ മേഖലയായ സോണിയാഗാന്ധിയുടെ വസതിയിൽ ഇവർക്ക് പ്രവേശനം ലഭിച്ചത് ആരുടെ സഹായത്തിലാണെന്ന് കോൺഗ്രസ് നേതൃത്വം ഇനിയെങ്കിലും വ്യക്തമാക്കണം.